സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിന്മേൽ ഇനി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കടകംപള്ളിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണം. ഒപ്പം തന്നെ PS പ്രശാന്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്, അദ്ദേഹം എന്താണ് പറഞ്ഞത് തുടങ്ങിയതിന്റെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇനി പ്രത്യേക അന്വേഷണ സംഘം ജനുവരി ആദ്യവാരം റിപ്പോർട്ട് നൽകാനിരിക്കുകയാണ്. അതിനു മുൻപായി ഇപ്പോൾ നടന്ന ഈ ചോദ്യം ചെയ്യലിനുപരിയായിട്ട് മറ്റെന്തെങ്കിലും നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുമോ? ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടോ? നമുക്ക് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ കൂടി ഒരു സൗകര്യപ്രദമായ ഒരു സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 3.5 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന്റെ കൈകളിൽ ഇപ്പോഴില്ല. അതുകൊണ്ടാണ് മറ്റു നടപടികളിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവാത്തത്. ഈ പത്മകുമാറിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റു ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം പ്രാഥമികമായി ആദ്യം ഒരു ചോദ്യം ചെയ്യുകയാണ് നടത്തുന്നത്. അതിനുശേഷം അവരുടെ മൊഴിയിൽ പരിശോധിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം ഇവർ പറയുന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചില ആളുകളുടെ ആരെങ്കിലും പേരുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. പിന്നീട് വീണ്ടും അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു. പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകൾ കൊണ്ടുവന്നാണ് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ കടകംപള്ളിയുടെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഇതിനെ സാധൂകരിക്കുന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പുറത്തു വന്നിരിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മൊഴി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ്. ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ലപ്പാളിയും കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് SITയോടും പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഇടപെടലും തന്റെ വകുപ്പോ താനോ ഇതിൽ നടത്തിയിട്ടില്ല. ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ലപ്പാളിയും കൊണ്ടുപോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അത് ദേവസ്വം ബോർഡാണ്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് PS പ്രശാന്താണ്. PS പ്രശാന്തിനെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ ഉൾപ്പെടെയാണ്. 2019 ഈ പറയുന്ന ദ്വാരപാലക ശില്പവും കട്ലപ്പാളിയും കൊണ്ടുപോകുന്നത്. ഏകദേശം 25-30 വർഷത്തോളം ഇതിന്റെ സ്വർണം പൂശിയതിനു ശേഷം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം, 4-5 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും പഴകിയ അവസ്ഥയിലാവുന്നു. അതിന്റെ സ്വർണമൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. പിന്നീടാണ് ഇത് അന്ന് കൊണ്ടുപോയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊണ്ട് കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തതിന് ശേഷം അതിൽ പിന്നീട് മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും അത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ താൻ നയിക്കുന്ന ശരി സിജു, എന്നാലും വളരെ നിർണായകമായ നീക്കമാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇനി തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് കൂടിയാണ് കേരളം